നമസ്കാരം. കുമാറെ, പിണറായി വിജയൻ സർക്കാർ 4ാം വർഷം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. സമുചിതമായി തന്നെ ആഘോഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഇഫ്താർ വിരുന്നും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ നിരാഹാര സമരം നടക്കുന്ന വേളയിലാണ് ഈ ആഘോഷ പരിപാടികളെല്ലാം മറുഭാഗത്ത് അരങ്ങേറുന്നത് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്ന ടീമുകൾക്ക് വലിച്ചു കീറാൻ പിന്നെയും അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ പിണറായി വിജയൻ സർക്കാർ 4ാം വർഷം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയപരമായും അല്ലാതെയുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു വിജയാഘോഷമാണോ അതോ ഈ ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു PR വർക്കാണോ ഈ ഒരു ആഘോഷം? അല്ലത് PR വർക്ക് തന്നെയാണ്. കാരണം ഏതൊരു ഈ പിണറായി വിജയൻ 1ാം പിണറായി വിജയൻ സർക്കാരായാലും 2ാം പിണറായി വിജയൻ സർക്കാരായാലും ഈ PR പ്രചരണങ്ങൾക്ക് അവർ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം കൃത്യമായി ജനങ്ങളുടെ വികാരം എവിടെയൊക്കെയാണ് എതിരായിട്ടുള്ളത്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് കൃത്യമായി സർക്കാരിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർഷികാഘോഷങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. ഇതിന് തൊട്ട് മുന്നേ നടന്ന PR വർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും പാർട്ടി സമ്മേളനം. അതായത് അതുവരെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ഞാനാകും എന്ന ചർച്ചയായിരുന്നു. അതായത് കടുത്ത ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് സംസ്ഥാനത്ത്. LDF സർക്കാരിനെ ഉടൻ മറിച്ചിട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, UDF അധികാരത്തിൽ വരും, എന്നാൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയാണ് UDFൽ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞതോടുകൂടി അത്തരം ചർച്ചകൾ നടക്കുന്നില്ല എന്ന് നമ്മൾ കാണണം. കാരണം അത്രമാത്രം ഒരു പ്രചരണം ഈ സംസ്ഥാന സമ്മേളനത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം തുടർഭരണം, സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ തുടർഭരണം എന്നൊരു സങ്കല്പം അവർ മുന്നോട്ട് വയ്ക്കുന്നു. തുടർഭരണം നേടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. ഇനി പിണറായി ഇല്ലെങ്കിലും തുടർഭരണം നേടും. പിണറായി സർക്കാർ ആവണമെന്നില്ല, പിണറായി ആകണം മുഖ്യമന്ത്രി എന്നില്ല, എങ്കിൽ പോലും ഈ LDF സർക്കാർ തുടരും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആപ്തവാക്യങ്ങൾ ഉയരുന്നു. അതിൻ്റെ ഭാഗമായി 3ാം തവണയും LDF തന്നെ എന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പിണറായിക്ക് ഇളവുകൾ കൊടുക്കുന്നു, പ്രായപരിധിയിൽ ഇളവ് കൊടുക്കുന്നു, മൊത്തം ടേമിൽ ഇളവ് കൊടുക്കുന്നു. അതോടുകൂടി ശക്തനായ ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിക്കുന്നു. അപ്പോൾ പിന്നെ 3ാം പിണറായി സർക്കാർ തന്നെ എന്ന ഒരു നിലപാടിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ പിണറായി വിജയൻ മാറിയാലും അല്ലെങ്കിൽ മാറേണ്ടി വന്നാലും ഒരുപക്ഷെ 3ാം തവണയും അധികാരത്തിലെത്തി 1-2 വർഷത്തിനകം സ്ഥാനമൊഴിഞ്ഞേക്കാം എന്നൊരു അവസ്ഥയും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത് ഇനിയിപ്പോൾ ഈ പറയുന്ന 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുറേയധികം തള്ളുകൾ കേരളം കേൾക്കാനിരിക്കുന്നു. ഈ തള്ളിനെയൊക്കെ വലിയൊരു പ്രചരണമാക്കി മാറ്റുകയും ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വയ്ക്കുകയും ചെയ്യും സർക്കാർ ചെലവിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ നമ്മൾ കണ്ടു നവകേരള യാത്ര എന്ന സർക്കാർ ചെലവിൽ ഒരു പാർട്ടി സംവിധാനം ഒരുക്കുകയും കേരളം ഒട്ടുക്കും വലിയ രീതിയിൽ. അവിടെയാണ് കുമാർ കാര്യം. ഈ നവകേരള യാത്ര ഒരു വലിയ PR വർക്കായിട്ടാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഒരു ബസ് തന്നെ ഇത് ചെയ്തുകൊണ്ട് വാങ്ങുന്നു, അതിനെ ഇത് ചെയ്തുകൊണ്ട് ആ ബസ്സിനൊരു ഇത് തന്നെ കൊടുക്കുന്നു, ഒരു ചരിത്രപരമായ പരിവേഷം തന്നെ കൊടുക്കുന്നു, എന്നിട്ടാണ് ഈ യാത്ര പുറപ്പെടുന്നത്. പക്ഷേ ഈ പണ്ടേ പോലെ ശൗര്യം ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ പണ്ടത്തെ പോലെയൊന്നും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അങ്ങനെ അങ്ങ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലും ഈ പറഞ്ഞതുപോലെ ഒരു ഇടത് ഇതൊക്കെയാണ് ഉള്ളതെങ്കിൽ കൂടിയും കേരളം ഒന്ന് ചിന്തിച്ചിട്ടേ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ജനങ്ങൾക്ക് എവിടെയൊക്കെയോ വിവരം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പണ്ടത്തെ പറയുന്നത് പോലെ ഈ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്ന് പച്ചമലയാളത്തിലൊരു പ്രയോഗം നമ്മൾ പറയും. അങ്ങനെ ഒരു കാര്യത്തിൽ നിന്നുമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. കാര്യം ഇപ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകശേഷി അവർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ അതിനൊരു വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിപ്പോൾ പഴയതുപോലെ പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുന്നില്ല, അന്ധമായ പാർട്ടി ആരാധകരില്ല. പാർട്ടിക്കുള്ളിലെ അണികൾ തന്നെ അതിനകത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്ക് പണ്ട് ഈ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ പാർട്ടിക്കെതിരെ നാവനക്കാൻ പോലും പാർട്ടിക്കുള്ളിൽ ആരും ധൈര്യപ്പെടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇന്നിപ്പോൾ പാർട്ടി തന്നെയാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് വീണ്ടും ഇത്തരത്തിലുള്ള ഗിമിക്സുകൾ കേരളത്തിൽ വർക്കൗട്ട് ആവുമോ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇപ്പോഴും അതിന് സാധ്യതയുണ്ട്. കാരണം ഈ പാർട്ടിക്കുള്ളിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടത് അതും ഒരു PR വർക്കാണ്.
ഞങ്ങളിതാ ഈ നയത്തെ എതിർക്കുന്നു, ആ നയത്തെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കുക, അത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കുക, ഫ്രെയിംഡ് ആണ്. അതും തീർച്ചയായിട്ടും ഫ്രെയിംഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾ തീർച്ചയായും പാർട്ടിയല്ലേ, അത് വരും, അതിനെ തിരുത്താൻ ഇവിടെ ആളുണ്ട് എന്നൊരു സന്ദേശം കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്. മറ്റേത് പാർട്ടിയിലുണ്ട് ഈ സ്വയം വിമർശനം എന്നൊക്കെയല്ലേ നമ്മുടെ ഇടത് നേതാക്കൾ, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള ഇടത് നേതാക്കൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു മേൽക്കൈ കിട്ടിയിരുന്നു. ആ മേൽക്കൈ നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കോർപ്പറേഷനുകൾ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനും അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ, ഈ 2 കോർപ്പറേഷനുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ BJP പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഇടിവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറികടക്കുക എന്ന ചില ഉദ്ദേശങ്ങൾ അവർക്കുണ്ട്. മൊത്തത്തിലൊരു ഫലം വരുമ്പോൾ ആരാണ് യഥാർത്ഥത്തിലൊരു വിജയി എന്ന് ജനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയരുത്. ആ ഒരു രീതിയിലേക്ക് ഫലത്തെ എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ട്. അതിനൊക്കെ പാർട്ടി കേഡർമാർ വലിയ രീതിയിൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വിഭാഗീയതയുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ നമ്മളീ പറയുന്നത് പോലെ എല്ലാം ശുഭപര്യവസാനിച്ചു എന്ന പ്രതീതി വേണ്ട. ഒരു പത്മകുമാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവോ മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്ന് കരുതി ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം വന്ന CPMൻ്റെ നേതൃത്വത്തിൽ ഉൾപാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങളില്ല എന്ന് വിചാരിക്കരുത്. വളരെ താഴെത്തട്ടിൽ വിഭാഗീയത ചലിക്കുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെ പാലം വലിച്ച് താഴെ ഇടാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടിക്ക് വിനയാകും. പക്ഷേ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പാർട്ടിയെ ഒരു തരത്തിലൊന്ന് മേക്കപ്പ് ചെയ്യാൻ, തോൽക്കുകയാണെങ്കിൽ മാന്യമായിട്ടൊന്ന് തോക്കാനൊക്കെ കൂടിയുള്ള പരിശ്രമങ്ങൾ നടത്താം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വാർഷികാഘോഷങ്ങൾ വരാൻ പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കുമാറെ, ഈ പാർട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ പണ്ടുകാലം മുതലേ രാഷ്ട്രീയപരമായി പാർട്ടി സൂക്ഷിക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. പക്ഷേ ആ മൂല്യങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ചില കടന്നു വരവോടുകൂടി അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റത്തോടുകൂടി ചില മൂല്യങ്ങൾ എവിടെ വെച്ചൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. എന്തിന് ഇദ്ദേഹത്തിൻ്റെ മരുമകനെ ഇത്രയധികം വളർത്തണം? ഇവിടെ ക്വാളിറ്റിയുള്ള എത്രയോ ലീഡേഴ്സ് വേറെയുണ്ട്, പാർട്ടിക്കുള്ളിൽ സീനിയോറിറ്റിയുള്ള ലീഡേഴ്സ് എത്രയോ പേരുണ്ട്. പക്ഷേ അവരെയൊക്കെ വെട്ടിയൊതുക്കുക. ഈ പിണറായി വിജയൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നു പോലെ നമ്മൾ കാണുന്നതാണ് ഈ വെട്ടിയൊതുക്കൽ, അല്ലേ? അച്യുതാനന്ദൻ്റെ കാലം മുതൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ വെട്ടിയൊതുക്കൽ തുടങ്ങിയ രാഷ്ട്രീയ പദങ്ങൾക്കൊന്നുകൂടി ഒരു മാനം നൽകിക്കൊണ്ട് ഇദ്ദേഹം മരുമകനെ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് ഒരു പരിധിവരെ പാർട്ടിക്കുള്ളിലെ സീനിയേഴ്സിനിടയിൽ തന്നെ വളരെയധികം അസ്വാരസ്യം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു വിഭാഗം അന്ന് ഇടഞ്ഞു നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4ാം വർഷത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അത് മന്ത്രിസഭയുടെ മാത്രം ആഘോഷമാകുമോ? ഇതിനൊരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമോ? പരിപൂർണമായ ഒരു ബാക്കപ്പ് പാർട്ടിയുടെ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ മാറി നിന്നേക്കാം, പക്ഷേ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ അതിനകത്തുണ്ട്. കാരണം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 3ാം തവണയും വന്നാൽ, കാരണം നേതൃമാറ്റത്തിലൂടെ ഒരു അധികാരം നിലനിർത്തുക അതിനൊരു നട്ടല് വേണം. പാർട്ടിക്ക് അതിനൊരു ധൈര്യം വേണം, അതിനൊരു ആത്മവിശ്വാസം വേണം. അത്തരം ആത്മവിശ്വാസമോ ധൈര്യമോ ഒന്നും ഇതുവരെയും CPM ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹരിയാനയിൽ BJPക്ക് നിറം മങ്ങിയപ്പോൾ BJP എന്ത് ചെയ്തു? അവിടുത്തെ നേതൃത്വത്തെ മാറ്റി പുതിയ നേതൃത്വത്തെ വെച്ചു, തിരഞ്ഞെടുപ്പിൽ ഇത് കൊയ്തു. പക്ഷേ അതുപോലൊരു പോരാട്ടത്തിലേക്ക് പോകാൻ CPM ഒരിക്കലും തയ്യാറല്ല. കാരണം CPM എപ്പോഴും വളരെ പരമ്പരാഗതമായി തന്നെ ചിന്തിക്കുന്ന ഒരു പാർട്ടി, ഒരു കൺവെൻഷണൽ സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ 2 തവണ മുഖ്യമന്ത്രിയെ ഒരാളെ മാറ്റിക്കൊണ്ട് 3ാം തവണ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ പോകും എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജയിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ ഈ പറയുന്നത് പോലെ ഒരു വർഷം കഴിയും. ഒരു സെക്കൻഡ് ഓപ്ഷൻ വരികയാണെങ്കിൽ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് എന്തായിരിക്കും ഒരു ഉത്തരം? തീർച്ചയായും ഗോവിന്ദൻ മാസ്റ്റർ തന്നെയായിരിക്കും. പാർട്ടി സെക്രട്ടറി തന്നെയാകും അടുത്ത മുഖ്യമന്ത്രിയാവുക. അപ്പോൾ പിന്നെ അടുത്ത പാർട്ടി സെക്രട്ടറി ആര് എന്നതാണ് മറുചോദ്യം. അത് തീർച്ചയായും കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ തന്നെ ആയിരിക്കും. അത് MV ജയരാജൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില നീക്കുപോക്കുകൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ യാതൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോവുകയല്ല. മാറ്റം വിജയിക്കുകയാണെങ്കിൽ ഉണ്ടാകും.
അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്ര ദിവസം കഴിയുമ്പോൾ ഇന്നയാൾ വരും, ആ പാർട്ടി സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരും. അങ്ങനെ ഒരു നീക്കം ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ പാർട്ടി അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും ചിലരൊക്കെ മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി ശ്രമിക്കുന്നത്. ഈ ആഘോഷം എന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങ് ആഘോഷിക്കുകയല്ല, ആഘോഷിച്ച് തിമിർക്കാനാണ് ഇപ്പോൾ ഇവരുടെ ഒരു ശ്രമം. പണം പാർട്ടിയുടെ അല്ലല്ലോ. അതെ അതെ അതെ, അത് തന്നെയാണ് ചോദ്യം. അപ്പോൾ ഈ കേരളം ഇപ്പോൾ അത്ര നല്ലൊരു സ്ഥിതിയിലല്ല മുന്നോട്ട് പോകുന്നത്, സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് ഒത്തിരി എതിർപ്പുണ്ടാവില്ല. കാര്യം പ്രതിപക്ഷം അത്ര സ്ട്രോങ് അല്ലെങ്കിൽ കൂടിയും അവർക്കൊരു വിഭിന്ന സ്വരം ഉയർത്തിയേ പറ്റൂ ഈ ഒരു ഘട്ടത്തിൽ. പിന്നീടുള്ളത് ഈ പറഞ്ഞതുപോലെ ആശാ വർക്കർമാരുടെ സമരം ഒരു വശത്ത് നടക്കുന്നു. നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ജനം, ഇന്നും സെക്രട്ടേറിയറ്റിൽ പലവിധ ആവശ്യങ്ങൾക്കായി കയറിയിറങ്ങുന്ന ജനം അല്ലേ. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞെങ്കിലും സർക്കാർ ഓഫീസുകൾ തോറും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറിയിറങ്ങുന്ന ജനം. ഇപ്പോഴും ഈ പറയുന്നത് പഴയ റെഡ് ടാപ്പിസം, ഫയലുകളുടെ റെഡ് ടാപ്പിസം ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്, അതിന് വലിയ മാറ്റമൊന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഇങ്ങനെ ആഘോഷത്തിനിറങ്ങുമ്പോൾ ഈ പറഞ്ഞതുപോലെ മറുഭാഗത്ത് നിന്ന് വലിയൊരു എതിർപ്പ് സർക്കാരിനെതിരെ ഉണ്ടാവുമോ? അല്ല, ഈ എതിർപ്പുണ്ട്, ഭരണവിരുദ്ധ വികാരം തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് മുതലെടുക്കാൻ മറുഭാഗത്ത് ആളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളം പോലുള്ള ഒരു രാഷ്ട്രീയമായി പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഒരു മുന്നണിക്ക് ശക്തമായ നേതൃത്വം ഉണ്ടാകണം, സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത് രണ്ടും CPM-നുണ്ട്, മറുഭാഗത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കോൺഗ്രസിന്റെ ഭാഗത്ത് അങ്ങനെ ഇപ്പോൾ തീരെയില്ല. അതുകൊണ്ടാണ് ഈ മൂന്നാം പിണറായി സർക്കാർ അത് ഇവർ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുവരെയും അങ്ങനെ ഒരു സംഭവം വരാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് 4ാം വാർഷിക ആഘോഷമല്ല, തുടർ ഭരണത്തിനുള്ള ഒരു PR വർക്ക്, അതിനുള്ളൊരു അഡ്വർടൈസ്മെന്റ് ആണ്. അതെ, പ്രതിപക്ഷം ഇതുവരെ ഉയർത്തെഴുന്നേറ്റില്ല, അതുകൊണ്ട് ഇവർ ആഘോഷിക്കുന്നതെന്ന് മാത്രമാണ്. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അത് ഇവിടെ കാശില്ല, ഒരു ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. നമ്മളെ കേന്ദ്രം വലിയ രീതിയിൽ അവഗണിച്ചു, നമുക്ക് കേന്ദ്രം തരാനുള്ളതൊന്നും തന്നില്ല, എങ്കിലും നമ്മളിതാ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു, കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അത് മെച്ചപ്പെടാൻ പോകുന്നു, ആ ഒരു തുടക്കത്തിലാണ് നമ്മളിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി സ്പെൻഡിങ് എളുപ്പമാകും. ഇനി അവർ എന്തായാലും അടുത്ത ബഡ്ജറ്റിൽ സാമൂഹിക പെൻഷനുകളിൽ ചില മാറ്റങ്ങൾ വരുത്തും. എന്തായാലും 100-200 രൂപ കൂട്ടിക്കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ ആശാ വർക്കർമാരുടെ കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ചു. കരാറുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം പല കാര്യങ്ങളും, അല്ലെങ്കിൽ KSRTC ശമ്പളം, അതുപോലെയൊക്കെ പല കാര്യങ്ങളും ഇവിടെ സംസ്ഥാനത്ത് പെൻഡിങ് ആണ്. ഈ പെൻഡിങ് എല്ലാം കൊടുത്തു തീർക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പരമാവധി ഫണ്ട് ആർജിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത്. ഓരോ ഫണ്ട് കൊടുക്കുമ്പോഴും ഇപ്പം വയനാടിന് 530 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. ഈ 530 കോടി രൂപ കൊടുത്തിട്ട് മാർച്ച് 31-നകം ചെലവഴിക്കണം എന്നൊരു പോലെയുള്ള മാനദണ്ഡങ്ങൾ വന്നു. ആ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്? അത് സംസ്ഥാന സർക്കാർ ചോദിച്ചു വാങ്ങുന്നതാണ്. കാരണം ഇവിടെ കൊടുക്കുന്ന പണമൊന്നും എത്തുന്നില്ല, ഇത് അട്ടിമറിക്കപ്പെടുന്നു, ഇത് വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് കൃത്യമായ ബോധ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഇവർ കൊടുക്കുന്ന ഓരോ ഫണ്ടിനും ഒരു പിടി വയ്ക്കുന്നത്. ഈ പിടി അയച്ചു കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇല്ലെങ്കിൽ കടമെടുക്കാൻ അനുവദിക്കുക. ഈ കടമെടുക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു ഇവിടെ. അപ്പോൾ ആ കടമെടുത്തുകൊണ്ടെങ്കിലും അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഒരു ബഡ്ജറ്റ്, ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പണം ഒപ്പിക്കുക, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിയ PR വർക്കിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിക്കുക. ഇതാണ് ഇവരുടെ തന്ത്രം. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ തലസ്ഥാന നഗരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി കട്ടൗട്ടുകളും ഫ്ലക്സുകളും PR വർക്ക് ബോർഡുകളും ഒക്കെ നമുക്ക് കാണാം. സർക്കാർ സമുചിതമായി തന്നെ, ഗംഗേമമായി തന്നെ അവരുടെ 4ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴും പൊതുജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിൻ്റെ പേരിലാണ് ഈ ആഘോഷം? എന്ത് നേട്ടം കൊയ്തതിൻ്റെ പേരിലാണ് ആഘോഷം? അതിന് ഉത്തരം തരാൻ ഈ ഫ്ലക്സ് ബോർഡുകളിൽ നിരന്നിരിക്കുന്ന തലകൾ ബാധ്യതപ്പെട്ടവരാണ്. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ,
പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.